ഹലോ, അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കൊരു മാപ്പ് തന്നിട്ട് നമ്മളോട് സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ പറയും. നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യനും ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം മോഡൽ എക്സാമിന്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഈ വീഡിയോയിൽ തന്നെയാണ് പറയുന്നത്. നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് പറയാം. പിന്നീട് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നും ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കാം. നമുക്ക് 2020 ക്വസ്റ്റ്യനാണിത് കേട്ടോ. കാരക്കോറം റേഞ്ചസ് ആണ്, പിന്നീട് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ, കച്ച് ഉപദ്വീപ് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നീട് ഒന്നുകൂടെ ഉണ്ട് കാവേരി റിവറും. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം നദികൾ പഠിക്കണം. ഓക്കെ, റിവേഴ്സ് പഠിക്കണം, പ്ലാറ്റ്യൂസ് പഠിക്കണം, പോർട്ട് പഠിക്കണം, അതായത് പീഠഭൂമികൾ പഠിക്കണം, തുറമുഖങ്ങൾ പഠിക്കണം, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. ഓക്കെ, കോസ്റ്റൽ ലൈനും കൂടെ പഠിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കാരക്കോറം റേഞ്ചസ്, ഇവിടെ മലയാളമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ കാരക്കോറം റേഞ്ചസ് വരുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാത്തത്. ഓക്കെ ആണല്ലോ. പിന്നെ കച്ച് പെനിൻസുലാർ ആണ് ഇവിടെ കേട്ടോ. ഗുജറാത്തിൻ്റെ ഭാഗത്താണ് കച്ച് പെനിൻസുലാർ വരുന്നത്. പിന്നീട് നമുക്ക് തന്നിട്ടുള്ളത് റിവറാണ് കേട്ടോ. റിവർ എവിടെ വരുന്നത്? കാവേരി നദി തമിഴ്നാട്ടിലാണ് കേട്ടോ വരുന്നത്. തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ഇങ്ങനെ പോവും. ഓക്കെ ആണല്ലോ. അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. കർണാടകേൻ്റെയും തമിഴ്നാടിൻ്റെ അടുത്താണ് കാവേരി റിവർ. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ പൊസിഷൻ എല്ലാവരും ഒന്നുകൂടെ നോക്കി വെക്കാം കേട്ടോ. കാരക്കോറം എവിടെയാണ് വരുന്നത്, കച്ച് എവിടെയാണ് വരുന്നത്, ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ, പിന്നീട് കാവേരി റിവർ. ഓക്കെ ആണല്ലോ. ഇത് 2022 ക്വസ്റ്റ്യനാണ് കേട്ടോ. 2020 ക്വസ്റ്റ്യനാണിത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെയാണ് നമ്മുടെ ഓക്കെ, ശ്രദ്ധിക്കണേ. ഇവിടെയാണ് നമ്മുടെ കാരക്കോറം റേഞ്ചസ് വരുന്നത്. കാരക്കോറം റേഞ്ചസ് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഛോട്ടാ നാഗ്പൂർ ഇവിടെയാണ് കേട്ടോ. ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ വരുന്നത്. പിന്നെ നമ്മുടെ കച്ച്. ഓക്കെ ആണല്ലോ. കച്ച് ഗുജറാത്തിൽ കേട്ടോ. കച്ച് ഇവിടെ വരും. കച്ചിൻ്റെ ഒക്കെ പൊസിഷൻ കണ്ടില്ലേ? ഇവിടെ ABCD കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നോക്കാം കേട്ടോ. ഇവിടെ നമ്മുടെ കാരക്കോറം റേഞ്ചസ്, ഡിയിൽ വരുന്നത് കാരക്കോറം റേഞ്ചസ്, സിയിൽ വരുന്നത് കച്ച് പെനിൻസുലാർ, ബിയിൽ വരുന്നത് ഛോട്ടാ നാഗ്പൂറാണ്, എ വരുന്നത് റിവർ കാവേരിയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മുടെ 2019 ക്വസ്റ്റ്യനാണ് കേട്ടോ. 2019 ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇവിടെ നർമ്മദ നദി അല്ലേ, നർമ്മദ നദി ഇവിടെ വരും. ഓക്കെ ആണല്ലോ. നർമ്മദ റിവർ, കിഴക്കൻ തീരസമതലം, അതായത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഓക്കെ, ഇതൊക്കെ വരുന്ന പൊസിഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. ഈസ്റ്റേൺ ഹൈലാൻഡ് വരുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗം. ഓക്കെ ആണല്ലോ. പിന്നെ തൂത്തുക്കോറിൻ പോർട്ട്. തൂത്തുക്കോറിൻ പോർട്ട് എന്ന് പറഞ്ഞത് തൂത്തുക്കുടി തുറമുഖം, അത് തമിഴ്നാട്ടിലാണ് കേട്ടോ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നർമ്മദ നദി, അതുപോലെ തന്നെ കിഴക്കൻ തീരസമതലം, തൂത്തുക്കുടി തുറമുഖം, കിഴക്കൻ മലനിരകൾ. നർമ്മദ റിവർ വരുന്നുണ്ട്. ഈസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ വരുന്നുണ്ട്. ഈസ്റ്റേൺ ഹൈലാൻഡ് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ തൂത്തുക്കോറിൻ പോർട്ട്, തൂത്തുക്കുടി തുറമുഖം. സെറ്റാണല്ലോ. ഓക്കെ, 2021 ക്വസ്റ്റ്യനാണിത്. അത് നോക്കാം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആരവല്ലി പർവ്വതം, അതുപോലെ തന്നെ താപ്തി നദി, വെസ്റ്റേൺ ഗട്ട്സ് പശ്ചിമഘട്ടം, അതുപോലെ തന്നെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഓക്കെ ആണല്ലോ. ആരവല്ലി റേഞ്ചസ്, താപ്തി റിവർ, വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ. ഓക്കെ, അത് നോക്കണം. ഇവിടേക്കാണ് വരുന്നത് കേട്ടോ. ആരവല്ലി റേഞ്ച് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. വെസ്റ്റേൺ ഗട്ട്സ് ഇവിടെയാണ് കേട്ടോ വരിക. ഈസ്റ്റേൺ ഗട്ട്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത്. ഓക്കെ, വെസ്റ്റും ഈസ്റ്റും അറിയാമല്ലോ. സെറ്റാണല്ലോ. വെസ്റ്റേൺ ഗട്ട്സ് ഈ സൈഡിൽ, ഈസ്റ്റേൺ ഗട്ട്സ് തൊട്ടപ്പുറത്തെ സൈഡിൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇത് 2021 ക്വസ്റ്റ്യനാണ് കേട്ടോ.
ഓക്കെ, ഇനി നമുക്ക് 2024 ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മളോട് ഈസ്റ്റേൺ ഗട്ട്സ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ പാർട്സിൽ അല്ലേ. ഓക്കെ, പിന്നെ കൊച്ചി പോർട്ട്, കൊച്ചി തുറമുഖം ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, ഇവിടെ തന്നെ കേരളത്തിൽ അല്ലേ. പിന്നെ നമ്മളോട് മാൾവ പീഠഭൂമി ചോദിച്ചിട്ടുണ്ട്, നർമ്മദ നദി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. മാൾവ പ്ലാറ്റ്യൂ എവിടെയാണ് വരുന്നത്, നർമ്മദ റിവർ എവിടെയാണ് വരുന്നതെന്ന് കാണുന്നുണ്ടല്ലോ ലൊക്കേഷൻ എല്ലാവരും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു മാപ്പ് എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് പഠിക്കാം. ഇനി ബാക്കി ഇതെല്ലാം കൂടെ കാണിക്കുന്ന ഒരു മാപ്പും ഞാൻ അവസാനം കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കൊച്ചി തുറമുഖം ചോദിച്ചിട്ടുണ്ട്, ഈസ്റ്റേൺ ഗട്ട്സ് ചോദിച്ചിട്ടുണ്ട്, നർമ്മദ നദി ചോദിച്ചിട്ടുണ്ട്, മാൾവ പ്ലാറ്റ്യൂ. ഓക്കെ, മാൾവ പീഠഭൂമി, നർമ്മദ നദി, കൊച്ചിൻ തുറമുഖം ആൻഡ് ഈസ്റ്റേൺ ഗട്ട്സ് പൂർവ്വഘട്ടം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2022 ക്വസ്റ്റ്യനാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മുംബൈ പോർട്ട് ചോദിച്ചിട്ടുണ്ട്, മുംബൈ തുറമുഖം ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കാവേരി നദി, കാവേരി റിവർ ചോദിച്ചിട്ടുണ്ട്, പിന്നെ മാൾവ പ്ലാറ്റ്യൂ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ ആണല്ലോ. 2022 ക്വസ്റ്റ്യനാണ് കേട്ടോ അത്. ഓക്കെ, വെസ്റ്റേൺ ഗട്ട്സ് ഇവിടെ വരും, വെസ്റ്റേൺ ഗട്ട്സ് ഇവിടെ വരും. പിന്നെ കാവേരി നദി ഞാൻ പറഞ്ഞല്ലോ, കർണാടക തമിഴ്നാടിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ കാവേരി റിവർ വരും. കാവേരി റിവറാണ്. റിവർ കാവേരി. ഓക്കെ, പിന്നെ മാൾവ പ്ലാറ്റ്യൂ ഇവിടെ വരും കേട്ടോ. മാൾവ പ്ലാറ്റ്യൂ വരുന്ന റേഞ്ച് മനസ്സിലായല്ലോ. മുംബൈ പോർട്ട് എവിടെയാണ്, മുംബൈ തുറമുഖം എവിടെയാണ്, മുംബൈ തന്നെ. ഓക്കെ, ഇവിടെ മുംബൈ പോർട്ട്. ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറയാം, മാൾവ പ്ലാറ്റ്യൂ, വെസ്റ്റേൺ ഗട്ട്സ്, മുംബൈ പോർട്ട് ആൻഡ് റിവർ കാവേരി. ഓക്കെ, നിങ്ങൾക്ക് പശ്ചിമഘട്ടം ഇവിടെ ഉള്ളിലോ പുറത്തോ അടയാളപ്പെടുത്താം കേട്ടോ. ഓക്കെ, മീൻസ് അവർക്ക് ലൊക്കേഷൻ കറക്റ്റ് കിട്ടിയാൽ മതി. ഇത് നോക്കൂ, മാൾവ പ്ലാറ്റ്യൂ, മുംബൈ പോർട്ട്, വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് റിവർ കാവേരി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ 23 ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇനി അടുത്തത് പറയുന്നത്. നമ്മളോട് റിവർ കാവേരി അറിയാം, കാവേരി നദി ഇതാ ഇവിടെയാണ് അല്ലേ. റിവർ കാവേരി ഇവിടെ വരും, കാവേരി നദി കേട്ടോ. പിന്നെ വെസ്റ്റേൺ ഗട്ട്സ് ഈ ഭാഗത്ത്. ഓക്കെ ആണല്ലോ. പിന്നീട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കാണ്ട്ല പോർട്ടാണ്. കാണ്ട്ല തുറമുഖം ഗുജറാത്തിലാണ് കേട്ടോ. അപ്പോൾ കാണ്ട്ല പോർട്ട് ഇവിടെ വരും. ഓക്കെ ആണല്ലോ. പിന്നീട് ഡക്കാൻ പ്ലാറ്റ്യൂ, ഡക്കാൻ പീഠഭൂമി നമുക്കറിയാം ഈ ഭാഗത്തായിട്ടാണ് വരിക. ഓക്കെ, ഇവിടെ ഡക്കാൻ പീഠഭൂമി. ഓക്കെ ആണല്ലോ. ഡക്കാൻ പ്ലാറ്റ്യൂ, അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സ്, കാണ്ട്ല പോർട്ട് ആൻഡ് റിവർ കാവേരി, കാവേരി നദി, ഡക്കാൻ പീഠഭൂമി, പശ്ചിമഘട്ടം, കാണ്ട്ല തുറമുഖം. സെറ്റാണല്ലോ. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഇതെല്ലാം പഠിക്കണം കേട്ടോ. ഇതിന് ചിലപ്പോൾ റിപ്പീറ്റ് വരും. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, കാവേരി നദി ഒരുപാട് ചോദിച്ചു, അതുപോലെ തന്നെ നമ്മുടെ നർമ്മദ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇത്തവണ മേ ബി ചോദിക്കാത്ത നദികളാവും ചോദിക്കുക. താപ്തിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതൊക്കെ നദികൾ പഠിക്കണം, അതുപോലെ തന്നെ തുറമുഖങ്ങൾ കുറേ ചോദിച്ചവർ ഇനി ഇത്തവണ പുതിയതായിരിക്കും ചോദിക്കുക. ഓക്കെ, അതൊക്കെ ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതാ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 121 ഉണ്ടാവും കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിലെല്ലാം ഉണ്ട്. മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ, ഡക്കാൻ പീഠഭൂമി, പൂർവ്വഘട്ടം, പശ്ചിമഘട്ടം, നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. പശ്ചിമഘട്ടമൊക്കെ അടയാളപ്പെടുത്തുക ഇവിടേക്കാണ് കേട്ടോ. പശ്ചിമഘട്ടം ഉള്ളിലായിട്ടാണ് എല്ലാത്തിലും കണ്ടിട്ടുള്ളത്, അടയാളപ്പെടുത്തിയത്. ഞാൻ നേരത്തെ പുറത്തുനിന്ന് പറഞ്ഞാലും, പക്ഷെ നിങ്ങളിങ്ങനെ ഏറോ ഇട്ടിട്ട് ഇവിടെ വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ പൂർവ്വഘട്ടം ഈ സൈഡിൽ. ഓക്കെ, ഉള്ളിലായിട്ടാണ് കാണുന്നത്. ജസ്റ്റ് ഇങ്ങനെ ചെയ്തെന്ന് വെച്ച് ഇവിടെ തന്നെ ഇങ്ങനെ പുറത്ത് അടയാളപ്പെടുത്തിയെന്ന് വെച്ച് വലിയ സീനൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ റിസ്ക് എടുക്കണ്ട, ഉള്ളിലേക്ക് ആരോ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. ആ റേഞ്ച് അവർക്ക് മനസ്സിലാവണം, അതിനാണ് വരച്ചു കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഞാൻ കാണിച്ച ആൻസർ എല്ലാം ആൻസർ കീയിലുള്ളതാണ്. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുക. ഇതിൽ കണ്ടില്ലേ വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും
സോറി, ഇത് വെസ്റ്റേൺ ഗട്ട്സ് അല്ല, ഇത് കോസ്റ്റൽ ലൈൻ ആണ് കേട്ടോ. പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം. ഓക്കെ, കോസ്റ്റൽ ലാൻഡാണ് കാണിച്ചിട്ടുള്ളത്. ഈസ്റ്റ് കോസ്റ്റൽ പ്ലെയിനും വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിനും ആണ് കേട്ടോ അത് കാണിച്ചിട്ടുള്ളത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇതാ ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്. ഓക്കെ ആണല്ലോ. നമ്മുടെ പ്ലാറ്റ്യൂസ്, പെനിൻസുലർ പ്ലാറ്റ്യൂ, എല്ലാ റേഞ്ചസും ഉണ്ട് കേട്ടോ. നിങ്ങളുടെ 121 തന്നെ പേജ് നമ്പർ വരുന്നത്. ഇത് പഠിക്കുക. പിന്നീട് ഇതാ ഇന്ത്യൻ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാപ്പ് കൂടെ ഉണ്ട് നിങ്ങൾക്ക്. ഇതിലെല്ലാം പഠിക്കൊന്നും വേണ്ട കേട്ടോ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, തുംഗഭദ്ര എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാവേരി, കൃഷ്ണ, ഗോദാവരി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നർമ്മദ, താപ്തി, മഹാനദി. ഓക്കെ, ലൂണി എവിടെ വരിക? ലൂണി രാജസ്ഥാനിലാണ് കേട്ടോ വരിക. ഗംഗ, യമുന പൊസിഷനും ഒക്കെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ തുറമുഖങ്ങൾ കേട്ടോ. 12 തുറമുഖങ്ങളുണ്ട്. ഈ 12ഉം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഈ ഓർഡറിൽ പറയാം. ഇവിടെ കാണ്ഡല വരും, തൊട്ട് താഴെ മുംബൈ വരും, അത് കഴിഞ്ഞിട്ട് നവശേവ വരും. ഓക്കെ, പിന്നീട് മർമഗോവ വരും, പിന്നെ നമ്മുടെ മാംഗ്ലൂർ വരും, പിന്നെയാണ് കൊച്ചി വരുന്നത്. ഇതിവിടെ കൊച്ചി വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തൂത്തിക്കോരൻ നേരത്തെ നമ്മൾ പറഞ്ഞു, തമിഴ്നാട്ടിലെ ചെന്നൈ. പിന്നെ ഇവിടെ തൂത്തിക്കോരൻ വരും, ഇവിടെ ചെന്നൈ വരും, ഇവിടെ വിശാഖപട്ടണം വരും, പിന്നെ ഇവിടെ പാരാദ്വീപ് വരും, ഹാൽദിയ ആൻഡ് കൊൽക്കത്ത. ഓക്കെ ആണല്ലോ. ഇവിടെ കൊടുത്ത ഓർഡർ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിക്കുക കേട്ടോ. പേജ് നമ്പർ 157 ആണ്. ഓക്കെ, ഇവിടെ കണ്ടല്ലോ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ ഓർഡറിൽ. ഓക്കെ ആണല്ലോ. കണ്ഡല, മുംബൈ, നവശേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരാദ്വീപ്, ഹാൽദിയ ആൻഡ് കൊൽക്കത്ത. സെറ്റാണല്ലോ. നമ്മുടെ ഈ സൈഡിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോവാം. ആ ഓർഡറാണ് നമുക്കവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, തുടക്കം കാണ്ഡല നമ്മുടെ ഗുജറാത്തിൽ, ലാസ്റ്റ് നമ്മുടെ കൊൽക്കത്തയിലെത്തും. ഓക്കെ, ഒരെണ്ണം ഞാൻ പറയാൻ മിസ്സായോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മുടെ ആരവല്ലി റേഞ്ചസ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ആരവല്ലി. പിന്നെ ഗുജറാത്തിലാണ് കച്ച് വരുന്നത്. ഓക്കെ, കച്ച് ഗുജറാത്തിൽ വരുന്നു. പിന്നെ നമ്മളെ പശ്ചിമഘട്ടം, അതായത് വെസ്റ്റേൺ ഗട്ട്സ് ഇവിടെ വരുന്നു. പിന്നെ ചെന്നൈ പോർട്ട് ഇവിടെ കേട്ടോ. സോറി, ചെന്നൈ പോർട്ട് ചെന്നൈയിൽ. ഓക്കെ, പിന്നെ ഇവിടെയായിട്ട് നമ്മളെ ഗോദാവരി വരും കേട്ടോ. ഗോദാവരി റിവർ വരും, ഗോദാവരി നദി വരും. പിന്നെ നമ്മുടെ ഛോട്ടാ നാഗ്പൂർ ഇവിടെ ആയിട്ട് വരും കേട്ടോ. ഛോട്ടാ നാഗ്പൂർ നേരത്തെ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ. ഓക്കെ ആണല്ലോ. ആരവല്ലി റേഞ്ചസ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. ആരവല്ലി, അത്രയേ ഉള്ളൂ. വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇത് നദികൾ ഇതാട്ടോ, മലയാളം മീഡിയത്തിൻ്റെ. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മളോട് മാറ്റി ചോദിക്കാനും ചാൻസ് ഉണ്ട്. ചിനാബ്, സിന്ധു നദി, സത്ലജ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ആ പൊസിഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. യമുന, ഗംഗ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, തുംഗഭദ്ര അത് അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ പൊസിഷനും ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ സപ്പോസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം കേട്ടോ എവിടേക്കാണെന്ന്. അപ്പം നമ്മുടെ ടെക്സ്റ്റിലെല്ലാം മാപ്പ് നിങ്ങൾ ഒന്ന് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം മാപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. നദികൾ, പീഠഭൂമികൾ, തുറമുഖങ്ങൾ, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. ഓക്കെ, പ്ലാറ്റ്യൂസ്, പോർട്ട്, റിവേഴ്സ്, പിന്നെ ഈസ്റ്റേൺ കോസ്റ്റ് ലൈനും വെസ്റ്റേൺ കോസ്റ്റ് ലൈനും അതുപോലെ തന്നെ ഈസ്റ്റ് ഹൈലാൻഡ് ചോദിക്കും. ഓക്കെ ആണല്ലോ.